के अति पवित्र नाम को महिमा मिले। കഴിയുന്നതും ഭംഗി വാക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് जहाँ तक हो सके वो जो अच्छे शब्द उसको मैं कम कर रहा हूँ പെട്ടെന്ന് ദൈവവചന ശുശ്രൂഷ നിർവഹിച്ചിരിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. और जल्दी से वचन की सेवा को पूरा करके बैठना चाहता हूँ। നമുക്കറിയാം ഇന്ന് ഇവിടെ ലോകത്തിലും അപ്പോൾ തന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ദിവാലിയുടെ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. हम जानते हैं कि भारत में कई जगहों पर दिवाली का त्योहार मनाया जा रहा है। ചിലരുടെ മനസ്സൊക്കെ കണ്ടപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു. कईयों का मन या चेहरा देखकर मुझे ऐसा लग रहा है സമയം കൂടി പോകുന്നുണ്ടോ എന്ന് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാവുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കില്ലാതില്ല. हमारे मन में ये सोच है कि कहीं आपके मन में ये सोच तो नहीं है कि टाइम कहीं ज्यादा लंबा तो नहीं खींचा जा रहा है। നിങ്ങളുടെ ചിരി കണ്ടപ്പോൾ മനസ്സിലായി. वो हंसी देख के मैं समझ गया हूँ പെട്ടെന്ന് ഷോർട്ട് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. आपकी इच्छा यही है कि जल्दी जल्दी सब खत्म हो जाए। എനിക്ക് തന്നിരിക്കുന്ന സമയം അരമണിക്കൂറാണ്. मुझे आधे घंटे का समय दिया गया है। ഞാൻ ആ സമയം എടുത്താൽ अगर मैं उतना समय लूंगा ഒഴിഞ്ഞ കസേര നിങ്ങൾ എടുക്കും. तो शायद फिर खाली कुर्सियां ही नजर आएंगी। ഞാൻ അതുകൊണ്ട് इसलिए പെട്ടെന്ന് നിർത്താൻ मैं ആഗ്രഹിക്കുന്നു. जल्दी से रोकना चाहता हूँ। പ്രൈസ് ദി ലോർഡ്. आमेन। അതാ ഞാൻ പറഞ്ഞ ഭംഗി വാക്കുകളെല്ലാം നിർത്തിയിട്ട് तो इसीलिए वो जो परिचय के शब्द अच्छे शब्द वो सब मैं नहीं बोल रहा। എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ച് ചെയ്യാൻ. मुझे सिखाना बहुत अच्छा लगता है പക്ഷെ ഇപ്പോൾ ടീച്ച് ചെയ്യാനുള്ള സമയമല്ല. पर अभी सिखाने का समय नहीं है। സ്വീകരിക്കാനുള്ള നിലവാരമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. अब मुझे पता है कि वो जो झेलने की क्षमता है वो सब खत्म हो गई है। നിങ്ങൾക്ക് പ്രാപ്തി ഇല്ലാത്തതുകൊണ്ടല്ല, अब आप में क्षमता है പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം पर अभी का जो समय है നിങ്ങളുടെ മനസ്സിനെ, आपके मन को वो നിങ്ങളുടെ ഉപബോധ മനസ്സിനെ आपका जो अचेतन मन है ഒന്ന് നിർത്തി കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത വന്നു. बस आपके मन में ये सोच शुरू हो गई कि रुक जाता तो अच्छा होता, कब खत्म होगा। നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലും तो चाहे आप उसके लिए मना करें तो നിങ്ങളുടെ भी കണ്ണ് കാണുമ്പോൾ അറിയാം. आपकी आंखें देख के पता चल जाता है। ഞാൻ പെട്ടെന്ന് പ്രവേശിക്കുന്നു. तो मैं जल्दी से आगे की ओर बढ़ ഈ रहा हूं। മീറ്റിംഗിലെ ചെയർപേഴ്സണായി ഇപ്പോൾ ഇരിക്കുന്ന സിയോൺ അസംബ്ലിയുടെ ജനറൽ സെക്രട്ടറി, इस मीटिंग के जो चेयरमैन है सियोन असेंबली के जनरल മറ്റ് सेक्रेटरी സന്നിഹിതരായിരിക്കുന്ന ബോർഡ് മെമ്പേഴ്സ്, और बाकी परमेश्वर के दास लोग बोर्ड मेंबर्स, ഓർഡിനേഷൻ സ്വീകരിക്കുന്ന 7 പേര്, ऑर्डिनेशन लेने वाले 7 लोग, നിങ്ങൾ പ്രാപ്തരാണ്, आप लोग योग्य हैं, നിങ്ങൾ ശക്തരാണ്. सामर्थ्य हैं। അതെന്താണെന്ന് अब वो क्या है നിങ്ങൾക്ക് ബോധം വരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്. वो सिर्फ आपको समझाने के लिए हम सेवा कर रहे हैं। നിങ്ങൾ പ്രാപ്തരല്ലാത്തതുകൊണ്ടല്ല ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്. हम सेवा इसलिए नहीं कर रहे कि നിങ്ങൾ आप योग्य नहीं हैं। പ്രാപ്തരായതുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. आप योग्य हैं इसलिए हम सेवा कर रहे നിങ്ങൾ हैं। പ്രാപ്തരായ ദൈവം കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. परमेश्वर ने आपको योग्य माना इसलिए हम आपके लिए ये सेवकाई कर रहे നിങ്ങളെ हैं। ദൈവം അനുഗ്രഹിക്കട്ടെ. परमेश्वर आपको आशीष दे। മറ്റ് അഭിഷിക്ത ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്, बाकी परमेश्वर के अभिषेक दास लोग यहाँ മറ്റ് हैं സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്, और दूसरे भाई लोग हैं, സഹോദരിമാരുണ്ട്. बहनें हैं। എല്ലാവർക്കും ക്രിസ്തുവിൽ ഞങ്ങളുടെ സ്നേഹവും ആദരവും सबको അറിയിക്കുന്നു. जय मसीह की। വളരെ ഒരു ഷോർട്ട് മെസ്സേജ് बहुत ही छोटा सा एक संदेश। നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട്. बहुत लंबा चौड़ा बोलने का मन तो है മുതിരുന്നില്ല. पर मैं वो नहीं कर रहा। ഇവിടെ ഇന്ന് ഓർഡിനേഷൻ സ്വീകരിക്കുന്നവരാരെങ്കിലും വായിച്ചെന്നെ ഒന്ന് സഹായിക്കണം. ऑर्डिनेशन जो लेने जा रहे हैं उनमें से कोई ये वचन पढ़ ആ के വായിക്കുന്ന मदद ആൾ करे। എഴുന്നേറ്റൊന്ന് വായിക്കണം. जो पढ़ता है वो खड़ा होके पढ़े। അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം प्रेरितों के काम की पुस्तक 13-ാമത്തെ അധ്യായം 13वां अध्याय 1 മുതൽ उसका 1 से 3 വരെയുള്ള വാക്യങ്ങളാണ്. 3 तक के वचन। ആരെങ്കിലും ഒരു ദൈവദാസൻ എഴുന്നേറ്റൊന്ന് വായിച്ചാട്ടെ. परमेश्वर के दासों में से इनमें से कोई भी एक जना खड़ा होके पढ़े। താങ്ക് യു. രണ്ടുവിധ പ്രാപ്തി എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടുവിധ പ്രാപ്തി, दो तरह की योग्यता, उस विषय पर मैं बात करना चाहता हूं। ബൈബിളിനകത്ത് നിരവധി പ്രാപ്തികളുണ്ട്. बाइबल में अलग अलग तरह की योग्यताएं हैं। നമ്മൾ പ്രാപ്തരാകുന്ന പ്രാപ്തിയുണ്ട്, एक तो हम जो योग्य बनते हैं ദൈവം നമ്മെ പ്രാപ്തരാക്കുന്ന പ്രാപ്തിയുണ്ട്. और दूसरा परमेश्वर हमें योग्य ഈ बनाता है। രണ്ട് പ്രാപ്തികളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ इन दोनों ആഗ്രഹിക്കുന്നത്. योग्यताओं के बारे में मैं आपसे बात അതിൽ करना ആദ്യം चाहता ഞാൻ സംസാരിക്കുന്നത് हूं। तो उसके लिए सबसे पहले ദൈവം നമ്മെ പ്രാപ്തരാക്കുന്ന പ്രാപ്തി.
मैं उस योग्यता की बात करूंगा जो परमेश्वर हमें देता है। നമുക്ക് ഈ ശുശ്രൂഷ ലഭിച്ചത് ये सेवकाई जो हमें मिली है കരുണയുണ്ടായിട്ട് കിട്ടിയതാണ്. वो परमेश्वर की दया से मिली है। യോഗ്യരായി കണ്ടുകൊണ്ടാണ് ദൈവം നിങ്ങളെ ശുശ്രൂഷ ഏൽപ്പിച്ചത്. परमेश्वर ने योग्य मानकर आपको ये सेवा നിങ്ങൾ सौंपी। ഈ ശുശ്രൂഷയ്ക്ക് യോഗ്യരാണ്. आप इस सेवा के योग्य നിങ്ങളെ हैं। ഏൽപ്പിച്ചാൽ आपको अगर सौंपे ഉത്തരവാദിത്വത്തോടുകൂടി നിങ്ങൾ ഈ കൃത്യം നിർവഹിക്കുമെന്ന് तो आप अपनी जिम्मेदारी अच्छी तरह से पूरी करेंगे। സ്വർഗത്തിലെ ദൈവം കണ്ടു. ये बात स्वर्ग के परमेश्वर को पता है। ദൈവം ഇത് എപ്പോഴാണ് കണ്ടത്? परमेश्वर ने ये कब देखा? നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴല്ല, जब आप अपनी माँ की कोख में जन्मे उस समय नहीं, അതിനു മുമ്പേ ദൈവം നിങ്ങളെ കണ്ടു. उससे भी पहले परमेश्वर ने आपको देखा। ബൈബിൾ പറയുന്നു, और बाइबल कहती है ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു, मसीह में उसने हमें चुना, ഈ ഭൂമിയെയും इस धरती ഭൂമണ്ഡലത്തെയും और इस भूमंडल को നിർമ്മിക്കുന്നതിന് മുമ്പേ बनाने से അവൻ पहले ക്രിസ്തുവിൽ നിങ്ങളെ തെരഞ്ഞെടുത്തു. उसने मसीह में आपको चुना। എഫേസ്യർക്ക് എഴുതിയ ലേഖനം इफिसियों की पत्री ഒന്നാമത്തെ അധ്യായം पहला अध्याय 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. चौथा वचन पढ़िए। നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകണം, आपको ये पहचानना है ഇന്റർനാഷണൽ സിയോൻ അസംബ്ലി അല്ല നിങ്ങളെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്, कि आपको ये सेवकाई इंटरनेशनल जियोन असेंबली नहीं सौंप रही है। സ്വർഗത്തിലെ ദൈവമാണ് നിങ്ങളെ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. स्वर्ग का परमेश्वर आपको सेवकाई അതിന് सौंप ഞങ്ങൾ रहा ഒരു है। മുഖാന്തരം മാത്രമാണ്. और हम सिर्फ उसका एक माध्यम है। ഞങ്ങളുടെ കരമല്ല നിങ്ങളുടെ മേൽ വയ്ക്കുന്നത്, हमारा हाथ आपके ऊपर हम नहीं रख रहे हैं, പ്രസ്തുത ഞങ്ങളിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് बल्कि हमारे अंदर जो पवित्र आत्मा നിങ്ങളെ ആ ദൗത്യത്തിന് വേണ്ടിയിട്ട് वो उस जिम्मेदारी के ഇന്ന് लिए അഭിഷേകം ചെയ്ത് आपको अभिषेक देकर ശക്തിയുള്ള सामर्थ्य ആത്മകൃപയുള്ള आत्मा की भरपूरी ദൈവശക്തിയുള്ള वाले, परमेश्वर की सामर्थ्य അനേകരെ वाले, ക്രിസ്തുവിന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് कईयों को मसीह के राज्य के സാത്താന്റെ लिए, രാജ്യത്തിൽ നിന്ന് शैतान के राज्य से കൊള്ളയടിക്കുവാൻ खींचने के लिए ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. परमेश्वर ने आपको ഈ चुना। തെരഞ്ഞെടുപ്പിനെ കുറിച്ച് इस चुनाव के बारे में ആഴമായ गहरा ഉത്ബോധം നിങ്ങൾക്കുണ്ടാകണം. एक एहसास आपको होना चाहिए। എഫേസ്യർക്ക് എഴുതിയ ലേഖനം इफिसियों की पत्री അതിന്റെ 1-ാമത്തെ അധ്യായം पहला अध्याय 4-ാമത്തെ വാക്യം ഒരാൾ വായിച്ചേ. चौथा वचन कोई पढ़ दीजिए। इफिसियो 1:4। താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, वहां पर लिखा है ഈ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ അല്ല, इस जगत की उत्पत्ति से पहले नहीं, അല്ല ഈ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പല്ല, इस धरती की उत्पत्ति से पहले नहीं, ഭൂലോകത്തിന്റെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ അല്ല, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പേ, इस धरती नहीं, इस जगत यानी पूरा जो ब्रह्मांड है അതിനു उसकी മുമ്പേ उत्पत्ति से ദൈവം पहले, നിങ്ങളെ കണ്ടവരാണ്. उससे पहले परमेश्वर ने आपको देखा। ആ ഒരു വലിയ ദൗത്യത്തിന്റെ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. तो उस जिम्मेदारी का एक बड़ा एहसास आपके अंदर होना चाहिए। ഞാൻ അധികാരിയാണെന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. आपके अंदर ये एहसास कि मैं अधिकारी हूँ, അതിനു വേണ്ടിയിട്ട് നമ്മെ ദൈവം പ്രാപ്തരാക്കുകയാണ്. और उसके लिए परमेश्वर हमें योग्य बनाता है। അതിന്റെ പ്രോസസ്സിംഗിലൂടെയാണ് ദൈവം നമ്മളെ കടത്തിവിടുന്നത്. उसकी प्रक्रिया में से परमेश्वर അതിന് हमें ले जा 3 रहा है। പ്രോസസ്സിംഗ് ആണ് ദൈവം ഉപയോഗിക്കുന്നത്. उसके लिए 3 प्रक्रिया का परमेश्वर ഒന്ന് इस्तेमाल ദൈവം करता നിങ്ങളെ പരീക്ഷിക്കും, है। एक तो परमेश्वर आपको परखेगा, 2 ദൈവം നിങ്ങളെ പരിശോധിക്കും, दूसरा वो आपको जांचेगा, 3 ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കും. तीसरा वो आपको सिखाएगा, अभ्यास നിങ്ങളുടെ करवाएगा। പരിശീലനം തീർന്നു പോയിട്ടില്ല. आपका जो प्रशिक्षण है वो पूरा നിങ്ങൾ नहीं ഇപ്പോഴും हुआ। പരിശീലന കളരിയിലാണ്. आप अभी भी सीख रहे हैं। നിങ്ങളെ പ്രാപ്തിക്ക് മീതെ പ്രാപ്തി നൽകി आपकी योग्यता से ഉള്ള കാലങ്ങൾ പഠിച്ചാൽ उससे पहले के समय ദൈവം അവരെ में അനുഗ്രഹിക്കാൻ മാത്രം വിളിച്ചിരുന്നതാണ്. परमेश्वर सिर्फ आशीष देने के लिए അവരെ बुलाता നാട് था, കാണിക്കാൻ വേണ്ടി വിളിച്ചതാണ്. सिर्फ देश दिखाने के लिए വാഗ്ദത്ത बुलाता നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വിളിച്ചതാണ്. था, वायदे के देश में जाने के लिए എന്നാൽ ആ बुलाता था। ദൗത്യത്തിലേക്ക് ജനത്തെ നയിക്കാനുള്ള ശുശ്രൂഷ നൽകി മോശെ മുഖാന്തരമാണ് ദൈവം ആ ശുശ്രൂഷ നിർവഹിക്കുന്നത്. पर लोगों को आगे ले जाने की सेवकाई मूसा से परमेश्वर शुरू करता മോശ है। ജനിക്കുന്നത് ശുശ്രൂഷകനായിട്ടാണ്. मूसा का जन्म ही एक सेवक के रूप में होता മോശയുടെ है। അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ माँ की कोख में जन्म लेने से ദൈവത്തിന് पहले മോശയെ കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. मूसा के बारे में परमेश्वर की एक ആ योजना थी, പദ്ധതിയുടെ നിർവ്വഹണത്തിന് വേണ്ടിയിട്ട് और उसे पूरा करने के लिए മോശയുടെ എഡ്യൂക്കേഷൻ ദൈവത്തിന് വേണ്ട, मूसा की पढ़ाई लिखाई की മോശയുടെ परमेश्वर को ഡ്രസ് जरूरत ക്വാളിറ്റി नहीं है, ദൈവത്തിന് വേണ്ട, മോശയുടെ ഡ്രസ് ക്വാളിറ്റി ദൈവത്തിന് വേണ്ട. मूसा के कपड़े पहनने का तरीका उसकी परमेश्वर को जरूरत नहीं है। എപ്പോഴും ദൈവദാസന്മാരെ നിങ്ങൾ അറിയേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, परमेश्वर के दासों, हमेशा आपको ये चीज ध्यान നിങ്ങളുടെ रखनी വസ്ത്രം है കൊണ്ടല്ല നിങ്ങൾക്ക് മാന്യത കിട്ടുന്നത്. कि आपको आदर कपड़ों से नहीं मिलता है। നിങ്ങൾക്ക് വസ്ത്രത്താൽ ലഭിക്കുന്ന മാന്യത कपड़ों से मिलने वाला आदर വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടാൽ പോകും. वो कपड़ों में दाग लगने से हट നിങ്ങളുടെ जाता है। സൗന്ദര്യത്തിലാണ് നിങ്ങൾക്ക് മാന്യത ലഭിക്കുന്നുവെങ്കിൽ अगर आपकी सुंदरता से आपको आदर നിങ്ങളുടെ मिलता है, സൗന്ദര്യം പോയാൽ അത് പോകും. तो सुंदरता के खत्म
खत्म होते ही നിങ്ങളുടെ हो गया। സമ്പത്തിലാണ് നിങ്ങൾക്ക് ആ ഇത് ദൈവിക ശുശ്രൂഷ ലഭിക്കുന്നതെങ്കിൽ अगर धन के कारण आपको सेवकाई मिली है സമ്പത്ത് നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മാന്യത പോകും. तो धन खत्म होते ही वो खत्म हो जाएगी। എന്നാൽ ദൈവം നൽകുന്ന മാന്യത पर परमेश्वर जो ഒരു आदर देता, കാലത്തും പോകുകയില്ല. वो कभी खत्म नहीं होता। ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. परमेश्वर जो आशीष देता നിങ്ങൾ है, താഴാൻ कोई धर्म नहीं, വർഗമില്ല, कोई कुल नहीं, വർണ്ണമില്ല. कोई रंग नहीं। ക്രിസ്തു മാനവ സമൂഹത്തെ സ്നേഹിച്ചതുപോലെ जैसे मसीह ने दुनिया से प्रेम किया, എല്ലാവരെയും സ്നേഹിക്കാനും सबसे प्रेम करना, എല്ലാവരെ കാണാനും सबको देखना, ഒരേ മനസ്സും ഒരേ കണ്ണും നിങ്ങൾക്കുണ്ടായിരിക്കും. उसके लिए एक मन एक ही जैसी എങ്കിലും आंखें ദൈവാത്മാവ് हो, നിങ്ങളോട് ചലിക്കുകയുള്ളൂ. तभी आत्मा आपके साथ चलेगा। ഇല്ലെങ്കിൽ ദൈവം ചലിക്കുകയില്ല. नहीं तो परमेश्वर आपके മനുഷ്യൻ साथ നമ്മുടെ काम नहीं മെസ്സേജിനെ करेगा। കൈയടിക്കും. मनुष्य जरूर ताली बजाएगा हमारा ദൈവം प्रचार सुन के, കൈയടക്കിയില്ല. पर परमेश्वर साथ नहीं रहेगा। നമ്മൾ ചെയ്ത രോഗസൗഖ്യം ദൈവം നമ്മളോട് ചോദിക്കും. हमारी भविष्यवाणी के बारे में परमेश्वर नहीं पूछेगा। ദൈവസ്ഥലിൽ ഒരിക്കൽ നിങ്ങൾ പോയി നിൽക്കുമ്പോൾ एक दिन जब आप प्रभु के सामने खड़े होगे, വിശ്വസ്തദാസനെ तो हे विश्वास योग्य दास, എന്ന് വിളിക്കർഹരായി നിങ്ങൾ നിൽക്കണം. उस बुलाहट के योग्य बनकर खड़े होना, അത് സൂക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കടമ നിങ്ങളുടേതാണ്. उसको संभालने की सुरक्षित रखने की जिम्मेदारी आपकी है। പഴയ നിയമത്തിൽ നിന്ന് ദൈവം പ്രാപ്തി നൽകിയ മനുഷ്യനാണ് മോശ. पुराने नियम में मूसा ऐसा व्यक्ति जिसको परमेश्वर ने योग्य बनाया। മോശ നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. मूसा पढ़ा लिखा व्यक्ति था। മോശ ജനിച്ചത് രാജകൊട്ടാരത്തിലാണ്. राजमहल में वो पला बड़ा। കായിക അഭ്യാസം മോശയ്ക്കറിയാം. अच्छा प्रशिक्षण उसको मिला। ഒരു മിസ്രയീമിനെ തല്ലി ഉടനെ അവൻ വീണ് മരിച്ചുപോയി. एक मिस्री को एक ही मार में मार डाला। പക്ഷേ ഈ പ്രാപ്തി കൊണ്ട് അവന് ശുശ്രൂഷ ചെയ്യാൻ സാധ്യമല്ല. पर उस योग्यता से वो सेवकाई नहीं कर सकता। 40 വർഷത്തെ പഠനം അതായിരുന്നു. 40 साल की उसकी पढ़ाई ഈ ये थी। പഠനം കൊണ്ട് സാധ്യമല്ലെന്ന് ബോധം വരുത്താൻ അടുത്തൊരു 40 വർഷം മോശയ്ക്ക് വേണ്ടി വന്നു. अब अगले 40 साल मूसा को लगे ये समझने में कि मेरी अब तक की पढ़ाई का कोई फायदा नहीं। മോശ ആദ്യം തിരിച്ചറിഞ്ഞു, मूसा सबसे पहले इस बात को എനിക്ക് समझता है വിദ്യാഭ്യാസമുണ്ട്, कि मेरे पास पढ़ाई लिखाई है, എനിക്ക് സമ്പത്തുണ്ട്, मेरे पास धन है, എനിക്ക് അയോധന കല അറിയാം. मेरे पास में युद्ध की कौशल है, कैसे उसको सुरक्षित എങ്ങനെയാണ് रखना, അതിനെ തീറ്റി പോറ്റേണ്ടത്. कैसे उसको खिलाना മോശ पिलाना। 40 വർഷം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ 40 साल सिखाने के बाद ദൈവത്തിന് മനസ്സിലായി, परमेश्वर समझ गया മോശ പ്രാപ്തനായി. कि अब मूसा योग्य ഇത് हो गया। കണ്ടപ്പോഴാണ് इसे देखने के बाद പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ निर्गमन 3 अध्याय में ദൈവം ഉൾപ്പെടപ്പിൽ പ്രത്യക്ഷനായത്. परमेश्वर झाड़ी में प्रकट അവനെ होता അപ്പോൾ വിളിച്ചു, മോശേ മോശേ. है और वो पुकारता है हे मूसा हे मूसा। ആരെങ്കിലും ഇന്ന് ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ, अगर आज कोई भी बोझ के साथ ഇത്ര बैठा കാലമായി ശുശ്രൂഷയിലേക്ക് ഇറങ്ങി, है कि इतने साल हो गए सेवकाई में, ഇത്ര കാലമായി ഞാൻ വേല ചെയ്യുന്നു, इतने साल से सेवा कर रहा എന്നിട്ടും हूं എനിക്ക് വലിയ ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. और अभी भी बड़ी सेवकाई नहीं कर पा रहा പ്രിയ हूं। പാസ്റ്റേഴ്സ്, प्रिय पास्टरों, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, मुझे आपसे कहना നിങ്ങൾ ഒരു ട്രെയിനിങ്ങിലാണ്. कि आप एक ट्रेनिंग में ദൈവം हैं। നിങ്ങളെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുകയാണ്. परमेश्वर आपको योग्य बना रहा है। ദൈവഹിതമില്ലാത്തതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. आपको ये एहसास होना चाहिए कि परमेश्वर की इच्छा के बिना कुछ भी ദൈവത്തിന്റെ आपकी जिंदगी में नहीं होता। ദൈവത്തിന്റെ ആത്മാവിനാലാണ് ഞാൻ നയിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധം നമുക്ക് और ഉണ്ടാകണം. ये एहसास आपको होना चाहिए कि मैं परमेश्वर की आत्मा की अगुवाई में चल അതിനെയാണ് रहा हूं। സ്ഥാനാരോഹണം അഥവാ ഓർഡിനേഷൻ എന്ന് പേര് വിളിച്ചത്. और वहीं पर वो ऑर्डिनेशन का नाम आता है। മറ്റൊരാളെക്കാൾ നാം വലിയവരല്ല, മറ്റൊരാളെക്കാൾ നാം വലിയവരല്ല, हम दूसरे व्यक्तियों से बड़े नहीं, മറ്റൊരാളെക്കാൾ നാം ചെറിയവരല്ല. दूसरों से छोटे भी नहीं। നിങ്ങൾക്ക് തുല്യരായി നിങ്ങൾ മാത്രമേ ഉള്ളൂ. आपके जैसे सिर्फ आप हैं। ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. वो एहसास हमेशा हमारे अंदर होना चाहिए। പുതിയ നിയമത്തിൽ ഞാൻ വായിപ്പിച്ച ഭാഗം അത് തന്നെയാണ്. नए नियम में मैंने जो वचन पढ़वाया वो वही है നമ്മുടെ ശൗലിന് ദൈവിക വിളി ഉണ്ടായിരുന്നു. कि शाऊल पर बुलाहट थी। 2 വർഷം അറേബ്യയിലേക്ക് ചെന്നു, 2 साल अरेबिया में അവിടെ गया, മിനിസ്ട്രി ചെയ്തു. सेवकाई की। ബട്ട് അത് ദൈവം ഏൽപ്പിച്ച മിനിസ്ട്രി അല്ലായിരുന്നു. पर वो परमेश्वर की सौंपी सेवकाई नहीं थी। നമ്മൾ ചെയ്യുന്ന എല്ലാ മിനിസ്ട്രിയും ദൈവം ഏൽപ്പിച്ച മിനിസ്ട്രി അല്ല. हम जो सेवकाई करते हैं सारी की सारी परमेश्वर നമ്മുടെ द्वारा सौंपी सेवकाई नहीं है। നമ്മുടെ ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന മിനിസ്ട്രി ഉണ്ട്. हम अपनी इच्छा से सेवकाई करते हैं। ഒരാൾ നന്നായിട്ട് പ്രസംഗിച്ചാൽ अगर कोई अच्छा प्रचार करे എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കണം തോന്നും, तो मुझे भी लगता है मैं भी अच्छा प्रचार करूं। അതേപോലെ ശബ്ദം ഉണ്ടാക്കാൻ എനിക്ക് ഞാൻ തോന്നും, मुझे लगता है कि मैं भी उसकी അതുപോലെ तरह जोर से imitate ചെയ്യാൻ बोलूं, എനിക്ക് തോന്നും. उसी तरह मैं खड़ा हूं। അത് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയല്ല. पर वो प्रभु द्वारा सौंपी गई सेवकाई ദൈവം नहीं है। ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണോ അത് ചെയ്യുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. परमेश्वर को ये पसंद है कि हम उसके द्वारा सौंपी गई सेवकाई करें। നിങ്ങൾ ചർച്ചിലെ പാസ്റ്റേഴ്സ് ആണ്,
आप चर्च के पास्टर നിങ്ങൾ हैं, പാസ്റ്റർ ശുശ്രൂഷ ചെയ്തോളൂ. आप पास्टर की सेवकाई പക്ഷേ करें, നിങ്ങൾ എന്ത് ശുശ്രൂഷയ്ക്ക് വിളിച്ചു എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. पर पहले आपको ये समझना है कि प्रभु ने आपको किस सेवकाई के लिए बुलाया ഞാൻ है। ഒരിക്കൽ കൂടെ ആ ഭാഗത്ത് വരികയാണ്. मैं एक बार फिर से उसी बात को बोल ഒരിക്കൽ रहा हूँ, കൂടെ ഞാൻ ആ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. एक बार फिर वो बात मैं आपके ഓൾറെഡി मन में നിങ്ങൾക്ക് ഒരു डालना चाहता ചർച്ച हूँ ഉണ്ട്, कि पहले से आपकी एक നിങ്ങൾ അവിടെ कलीसिया है, പ്രസംഗിക്കുന്നുണ്ട്, आप वहाँ प्रचार നിങ്ങൾ कर रहे हैं, ആത്മാക്കളെ ഒരുക്കുന്നുണ്ട്. आप आत्माओं को ला അത് रहे हैं, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയാണോ? क्या वो प्रभु की सौंपी गई सेवकाई है? ബൈബിളിനകത്ത് बाइबल में എഫെസ്യർക്കെഴുതിയ ലേഖനത്തില് इफिसियों की पत्री 4-ാമത്തെ അധ്യായം 4 अध्याय 11-ാമത്തെ വാക്യത്തില് 11वें वचन में 5 വിധമായ ശുശ്രൂഷ 5-fold മിനിസ്ട്രി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 तरह की सेवकाई को बताया गया है। ഈ 5-fold മിനിസ്ട്രിയിൽ ഏത് മിനിസ്ട്രിയാണ് എനിക്കുള്ളത്? इन पांचों में से मेरी सेवकाई कौन सी है? ഞാനൊരു ടീച്ചറാണോ? क्या मैं एक उपदेशक ഞാനൊരു हूँ? ഇടയനാണോ? क्या मैं एक चरवाहा हूँ? ഞാനൊരു സുവിശേഷകനാണോ? क्या मैं सुसमाचारक ഞാനൊരു हूँ? അപ്പോസ്തലനാണോ? क्या मैं प्रेरित हूँ? ഞാനൊരു പ്രവാചകനാണോ? क्या मैं भविष्यद्वक्ता നിങ്ങൾ हूँ? ആ ശുശ്രൂഷ ചെയ്തില്ല എങ്കിൽ अगर आपने वो നിങ്ങൾക്ക് सेवकाई പ്രയോജനം नहीं की, ലഭിക്കാതെ പോകും, तो आपको कोई फायदा नहीं होगा, പ്രതിഫലം ലഭിക്കാതെ പോകും. आपको प्रतिफल नहीं നിങ്ങൾ मिलेगा। റോഡിൽ പ്രസംഗിച്ചോ പ്രസംഗിച്ചില്ലയോ എന്ന് കർത്താവ് ചോദിക്കുകയില്ല. प्रभु ये नहीं पूछेगा कि आपने सड़क पे प्रचार किया कि नहीं किया। നിങ്ങൾ ചർച്ചിലെ മിനിസ്ട്രേഴ്സ് ആണോ ഇല്ലയോ എന്ന് ദൈവം ചോദിക്കുകയില്ല. प्रभु ये नहीं पूछेगा कि आपने चर्च में सेवा की कि ഞാൻ नहीं ഏൽപ്പിച്ച की। ശുശ്രൂഷയാണോ നീ ചെയ്യുന്നത്? वो ये पूछेगा क्या मैंने जो सौंपा वो सेवा तूने की। അതുകൊണ്ടാണ് 2 പത്രോസ് 1:10 രേഖപ്പെടുത്തിയിരിക്കുന്നത്. इसीलिए 2 पत्रस 1:10 में लिखा है, ആകയാൽ സഹോദരന്മാരെ, इसलिए भाइयों നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. अपने बुलाहट और चुने जाने को ध्यान से देखो। 2 വർഷം ശുശ്രൂഷ ചെയ്ത പൗലോസ് 2 साल सेवकाई करने वाला തന്റെ पौलुस സഹശുശ്രൂഷകന്മാരുമായി अपने साथी सेवकों के साथ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, एक साथ प्रार्थना ഒരുമിച്ച് के लिए ഉപവസിക്കാൻ बैठा, തുടങ്ങി. उपवास के लिए बैठा। അപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടു. तब परमेश्वर की आत्मा ने कहा നമുക്ക് പ്രതിഫലമില്ലാതെ പോകരുത്. कि तुझे ऐसा ना हो कि അതുകൊണ്ടാണ് ഞാൻ प्रतिफल നിങ്ങളെ ना നോക്കി मिले। പ്രസംഗിക്കുന്നത്. इसीलिए मैं प्रचार कर रहा എനിക്ക് हूँ। നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ അറിയാം, मैं आपको प्रेरित करना जानता എനിക്ക് हूँ, നിങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കാൻ അറിയാം. ताली बजवाना भी मुझे आता പക്ഷെ है, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലമില്ലാതെ പോകും. पर उससे वहां जब पहुंचोगे बिना प्रतिफल के रह നമ്മൾ जाओगे। ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും ഒരിക്കൽ കൂടെ പറയാം, നമുക്ക് പ്രതിഫലം കിട്ടുകയില്ല. हम जो कुछ कर रहे हैं हर एक काम के लिए प्रतिफल नहीं मिलने वाला। പഞ്ചാബിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. मुझे नहीं पता पंजाब में कैसा പക്ഷെ है, ഞങ്ങളുടെ നാട്ടിൽ കേരളത്തില് पर केरल में പോലീസുകാരനും पुलिस वाला കോർപ്പറേഷൻ ജോലി ചെയ്യുന്നവനും और कॉरपोरेशन में काम करने वाला കോർപ്പറേഷനാണോ ഇവിടെയും കോർപ്പറേഷനാണോ ക്ലീനിങ് ചെയ്യുന്ന കോർപ്പറേഷനാണോ ഒരേ യൂണിഫോം ആണ്. उनकी जो वर्दी एक जैसी होती है। ഇവിടെ അങ്ങനെയാണോ? यहाँ पे ऐसा है, ആണല്ലോ. അവിടെ കാക്കിയാണ്, അവിടെ കാക്കിയാണ്, वहाँ पे दोनों की खाकी वर्दी होती है। കാക്കിയാണ്. പക്ഷെ പോലീസുകാരൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പോലീസ് ജോലിയിൽ അറ്റൻഡ് ചെയ്തിട്ട് पर पुलिस वाला अपने प्रशिक्षण को लेकर जब पुलिस की नौकरी करता है, പക്ഷെ അവന്റെ ഉള്ളിലെ ആഗ്രഹം എന്തുവാണ്? उसके अंदर की इच्छा क्या है? അവൻ നാട്ടിലിറങ്ങുമ്പോ वो जब गांव में उतरता, എല്ലാ സ്ഥലവും വൃത്തികേടായി കിടക്കുന്നു. अब हर जगह वो क्या है, गंदगी है। അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി ജോലി ചെയ്യുന്നതിന് പകരം वो पुलिस स्टेशन में काम करने की അവൻ जगह ഡെയിലി രാവിലെ വരും, वो सुबह आता है, എല്ലായിടവും ക്ലീൻ ചെയ്യും, हर जगह सफाई करता है, ഷവറെല്ലാം വരും, सारी गंदगी को हटाता है, ഇതെല്ലാം കൊണ്ട് കളയും. उठा के फेंकता है। That's called good work. वो भी अच्छा काम है, That's called charity. वो परोपकार है, ദൈവം അത് നോക്കില്ല, पर परमेश्वर उस पर ध्यान नहीं देगा, ഗവൺമെന്റ് അത് നോക്കില്ല. सरकार उस पर ध्यान नहीं देगी। നിങ്ങൾ 30 ദിവസം ചവർ വരികയാണ്. कि 30 दिन आप कूड़ा उठा रहे हैं। നിങ്ങൾ 1-ാം തീയതി ആയപ്പോൾ अब 1 तारीख जब हुई ശമ്പളം വാങ്ങാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് ചെന്നു. तो तनख्वाह लेने के लिए कॉर्पोरेशन के ऑफिस में നിങ്ങൾ गए, ആ ക്യൂവിൽ നിൽക്കുകയാണ്. लाइन में खड़े हो, നിങ്ങളുടെ പേര് വിളിച്ചില്ല. आपका नाम नहीं आएगा, കാരണം ഇവിടെ നിങ്ങളുടെ പേര് എൻട്രി ചെയ്തിട്ടില്ല. क्योंकि आपका नाम लिखा ही नहीं है वहाँ। നിങ്ങളുടെ പേര് സുവിശേഷകനായി സ്വർഗ്ഗത്തിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ अगर आपका नाम सुसमाचारक के रूप में स्वर्ग में लिखा है, അതിന് മാത്രമേ പ്രതിഫലം കിട്ടൂ. तो केवल उसी सुसमाचारक का प्रतिफल നിങ്ങളുടെ मिलेगा। അറിവിൽ നിങ്ങൾക്ക് പാസ്റ്റർ ശുശ്രൂഷ ചെയ്യാം, आप पास्टर की सेवकाई कर सकते हैं, നിങ്ങളുടെ ആഗ്രഹത്തിൽ ചെയ്യാം. अपनी इच्छा से कर सकते നമ്മുടെ हैं, ആഗ്രഹവും അറിവും അല്ല ദൈവം നോക്കുന്നത്. पर परमेश्वर हमारी इच्छा को नहीं ദൈവം देखता। ഏൽപ്പിച്ച ശുശ്രൂഷയാണോ? परमेश्वर ये देखेगा कि ഞങ്ങൾ मेरी सौंपी सेवा है। വിതിൻ കുറച്ച് മിനിറ്റുകളാകുമ്പോൾ ഓർഡിനേഷൻ തരാൻ പോകുകയാണ്. कुछ मिनट के अंदर हम आपको ऑर्डिनेशन നിങ്ങൾ ഓർഡിനേറ്റഡ് പാസ്റ്റർ ആയി തീരും. आप ऑर्डेन्ड पास्टर നിങ്ങൾക്ക് बनेंगे, സ്നാന ശുശ്രൂഷ നടത്താം, आप बपतिस्मा दे നിങ്ങൾക്ക് सकेंगे, മരണ ശുശ്രൂഷ നടത്താം, आप अंतिम संस्कार की നിങ്ങൾക്ക് सेवा വിവാഹ कर ശുശ്രൂഷ पाएंगे, നടത്താം. शादी की सेवकाई कर ഇതെല്ലാം पाएंगे। ജസ്റ്റ് ബേസ് ആണ്, ये सब सिर्फ एक ഇതല്ല आधार है, ശുശ്രൂഷ. पर ये सेवा नहीं है। ശുശ്രൂഷ എന്തെന്ന് അറിഞ്ഞ്
सेवा क्या है इसे നിങ്ങൾ जानकर ശുശ്രൂഷ ചെയ്താൽ अगर आप सेवा ഒരു करोगे കാലത്ത് നിങ്ങൾ ഇടറിപ്പോകുകയില്ല. तो कभी भी डगमगाओगे യാതൊന്നിനും നിങ്ങൾ ഇടത്തി കളയാൻ കഴിയുകയില്ല. कोई आपको ഒരു गिरा ശക്തിക്ക് नहीं നിങ്ങളെ पाएगा। തകർത്തു കളയാൻ കഴിയില്ല. कोई ताकत आपको കാരണം थका നിങ്ങളെ नहीं ശുശ്രൂഷ पाएगी। ഏൽപ്പിക്കുമ്പോൾ क्योंकि आपको सेवकाई അതിന്റെ सौंपी കൂടെ उसके साथ ഒരു ഗവൺമെന്റിന്റെ एक सरकार की അധികാരം കൂടെ തരികയാണ്. अधिकार भी आपको मिल നിങ്ങളെ रहा है। പോലീസുകാരനാക്കുമ്പോൾ जब आपको पुलिस की वर्दी നിങ്ങൾക്ക് पहनाई जाती ഗവൺമെന്റിന്റെ है ഒരു അധികാരം തരികയാണ്. तो सरकार का एक अधिकार मिलता है। സ്വർഗ്ഗത്തിലെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നിയമിക്കുമ്പോൾ अब स्वर्ग जब आपको सेवक बना അവിടുത്തെ रहा है അധികാരം ദൈവം നിങ്ങൾക്ക് तो തരികയാണ്. परमेश्वर अपना अधिकार आपको രണ്ടാമത്തെ देगा। പ്രാപ്തി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. तो दूसरी योग्यता बताकर मैं रोक रहा हूँ। ഒന്നാമത്തെ പ്രാപ്തി ദൈവം നമ്മളെ പ്രാപ്തരാക്കുന്ന പ്രാപ്തി. पहली योग्यता परमेश्वर हमें योग्य बनाता है। രണ്ടാമത് നമ്മുടെ വിളി അനുസരിച്ച് വിളിയെ മനസ്സിലാക്കി നമ്മൾ തയ്യാറാകണം. और दूसरा अपनी बुलाहट को पहचान कर समझ कर हम खुद तैयार होते हैं। നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി മനസ്സിലാക്കണം. हम पहले अपनी बुलाहट को पहचाने, അതിനു വേണ്ടിയിട്ട് അഭിഷേകം വന്ന് കാണാം. उसके साथ പക്ഷേ अभिषेक അതിനു आएगा। വേണ്ടിയിട്ട് ഒരു പ്രിപ്പയറിംഗ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. उसके लिए एक तैयारी जरूरी है। അതിന് ഒത്തിരി വാക്യങ്ങളുണ്ട്. उसके लिए बहुत सारे ഞാൻ वचन हैं, ഒരുപാട് വചനം എടുക്കുന്നില്ല. पर मैं अभी वो वचन नहीं എങ്കിലും निकलवा रहा। ഒരു രണ്ട് ഭാഗം തൊടാതെ വിടാൻ പറ്റുകയില്ല. पर फिर भी दो हिस्से हैं ഞാൻ जिनको ഈ बोले बिना വചനത്തോട് नहीं रह सकता, ഞാൻ ഈ വചനത്തോട് കൂറ് പുലർത്തണം. क्योंकि इस वचन के लिए मुझे वफादारी निभानी है എന്റെ ദൈവത്തോട് കൂറ് പുലർത്തണം. और परमेश्वर के लिए भी वफादार അല്ലെങ്കിൽ रहना। ദൈവം എന്നോട് ചോദിക്കും, नहीं तो परमेश्वर मुझसे ഇവിടെ पूछेगा ഞങ്ങൾ വന്നത് ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചു പോകാനല്ല, कि यहाँ हम यहाँ की सुख सुविधा का आनंद लेने नहीं നിങ്ങൾ आए हैं। കൊള്ളാമോ കൊള്ളില്ലോ എന്ന് പറയാനല്ല, आप अच्छे हो कि नहीं हो ये जानने नहीं आए ദൈവം हैं। ഞങ്ങൾക്ക് തന്ന ശുശ്രൂഷ നിങ്ങൾ ഏൽപ്പിക്കാനാണോ വന്നിരിക്കുന്നത്. परमेश्वर ने हमें जो सेवा सौंपी वो आपको सौंपने आए हैं। പഴയ നിയമത്തിലെ ഒരു ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. पुराने नियम का एक हिस्सा मैं 1 पढ़ूंगा। ശമൂവേലിന്റെ പുസ്തകം 1 शमूएल 16-ാമത്തെ അധ്യായം 16वां अध्याय 12-ാമത്തെ വാക്യത്തിൽ उसके 12वें वचन में ദാവീദിനെ അഭിഷേകം ചെയ്യാൻ दाऊद का अभिषेक करने के लिए ഇശായിയുടെ വീട്ടിലേക്ക് ईशाई के घर पर ദൈവം परमेश्वर ശമൂവേലിനെ പറഞ്ഞയക്കുകയാണ്. शमूएल को भेजता है। അവനെ കണ്ടത് ദൈവം उसको देखने वाला परमेश्वर രാജാവായിട്ടാണ് കണ്ടിരിക്കുന്നത്. उसको परमेश्वर राजा के रूप में देखता है। രാജാവായിട്ടാണ് അവനെ കണ്ടിരിക്കുന്നത്. राजा के रूप में परमेश्वर രാജാവായിട്ട് उसको देखता അഭിഷേകം ചെയ്യാൻ വരുമ്പോൾ है। अब उसका अभिषेक करने के लिए जब ദാവീദ് शमूएल आता എങ്ങനെ है ഉള്ളവനായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. तो वहां लिखा है कि दाऊद कैसा था। ദയവായി ചില മിനിറ്റുകൾ എന്നെ ശ്രദ്ധിച്ചാട്ടെ. आप ध्यान से मेरी बात को सुनना। ദൈവം ശമൂവേലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ദാവീദിന്റെ വീട്ടിലേക്ക് അയക്കുമ്പോൾ परमेश्वर शमूएल को दाऊद का अभिषेक करने के लिए जब उसके घर भेजता അവനെ है സംബന്ധിക്കുന്ന 3 ഗുണങ്ങളാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. तो उसके बारे में 3 खासियतें बताई गई है। ഒന്നാമത് पहली അവൻ പവിഴ നിറമുള്ളവൻ. वो उसके मुंह पर लाली झलकती थी। ആ ഭാഗം 3 കാര്യങ്ങളാണ്. ഒന്ന് പവിഴ നിറമുള്ളവൻ, वो लाली झलकती थी। 2 സുനേത്രൻ, दूसरा वो दिखने में सुंदर था। 3 കോമളരൂപി. और तीसरा उसका रूप अच्छा था। 3 ഗുണഗണങ്ങളേ ഉള്ളൂ. 3 गुण थे। പക്ഷെ അവന്റെ മേലൊരു അഭിഷേകം വീണു. पर उस पर अभिषेक आया। അവൻ സാധാരണ അഭിഷേകമല്ല വീണത്, वो साधारण രാജാവാകൻ അഭിഷേകം വീണതാണ്. राजा का अभिषेक था। ആടിനെ മേയ്ക്കുന്നവന് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. उसको युद्ध लड़ना नहीं आता। യുദ്ധം ചെയ്യാൻ അഭ്യസിക്കാത്തവൻ ആടിനെ അവൻ രാജാവാകാൻ കഴിയത്തില്ല. अब जो युद्ध लड़ना नहीं जानता वो राजा नहीं बन सकता। അഭിഷേകം കിട്ടിയെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയാൽ, अभिषेक मिलते ही अगर हम निकल पड़े, യുദ്ധം ചെയ്യാൻ അറിഞ്ഞൂടെങ്കിൽ, अगर युद्ध लड़ना नहीं വാള് आता, പിടിക്കാൻ അറിഞ്ഞൂടെങ്കിൽ, तलवार चलाना नहीं आता, വെട്ടാൻ അറിയാതെ പോകും. तो काट नहीं അവൻ पाएंगे, ഈ പോർക്കളത്തിൽ പെട്ടുപോകും. वो रणभूमि में मर जाएगा। അഭിഷേകം ലഭിക്കുമ്പോൾ अभिषेक जब मिलता ഞാൻ है അതിന് പ്രാപ്തനാണോ, तो क्या मैं उसके എനിക്ക് योग्य വാള് हूं? പിടിക്കാൻ അറിയാമോ क्या मुझे तलवार എന്ന് पकड़नी ദാവീദ് आती है? സ്വന്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ये दाऊद सोचने लगा। ദാവീദ് തന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. दाऊद खुद को तैयार करने അന്ന് വരെ लगा। എല്ലാവർക്കും അറിയാവുന്ന ദാവീദ് और उस समय तक लोग जैसे दाऊद को जानते थे, 3 ഗുണമുള്ളവനാണ്. उसमें सिर्फ 3 ही खासियतें थी। 1 നല്ല കണ്ണുള്ളവൻ, एक तो उसकी आंखें सुंदर 2 കോമള നിറമുള്ളവൻ, और उसका रूप सुंदर, പവിഴ നിറം, उसके मुंह पर लाली കോമള झलकती രൂപി, കണ്ട ഹാൻസം ആണ്. थी और सुंदर था। 3 ഗുണമാണ്. ये 3 गुण ഇതുകൊണ്ട് थे। യുദ്ധം ചെയ്യാൻ പറ്റില്ല. पर इन गुणों से രാജ്യം युद्ध नहीं ഭരിക്കാൻ लड़ा जा ഇതുകൊണ്ട് सकता। രാജ്യം ഭരിക്കാൻ പറ്റുകയില്ല. देश पर राज नहीं किया जा सकता इस പക്ഷെ गुण അവൻ से। ട്രെയിൻഡ് ആകാൻ തുടങ്ങി. पर वो सीखने लगा। അഭിഷേകം പ്രാപിച്ചിട്ട് अभिषेक നേരെ पाकर കൊട്ടാരത്തിലും अभिषेक पाकर ലഭിച്ചുകൊണ്ടിരുന്നു. परमेश्वर जब बैठाए तब ദൈവം बैठना। നിങ്ങളെ ഇരുത്തുന്ന സമയം വരുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. परमेश्वर जब तक बैठाए तब तक इंतजार നിങ്ങൾക്ക് करना। ഓർഡിനേഷൻ ലഭിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾക്കെല്ലാം ആയിട്ടില്ല. ऑर्डिनेशन मिल गया इसका मतलब सब कुछ पूरा नहीं സ്വർഗ്ഗത്തിൽ हुआ। ദൈവം ഇരുത്തുന്ന ഒരു സമയം നിങ്ങൾ स्वर्ग का परमेश्वर एक दिन आपको बैठाएगा। സെൽഫ് പ്രിപ്പയർ ആയിക്കൊണ്ടിരുന്നു. उस समय तक तैयार होते हैं। സ്വയം പ്രാപ്തനായിക്കൊണ്ടിരുന്നു ദാവീദ്.
ചെയ്ത് दाऊद खुद को तैयार करता അതിന്റെ रहा। 16-ാമത്തെ അധ്യായം उसका 16वां अध्याय 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ 17वें वचन में പറഞ്ഞാലെല്ലാം ഷോർട്ട് ചെയ്ത് പോവുകയാണ്. मैं बहुत संक्षेप में बता അതിന്റെ रहा हूँ, മെയിൻ കണ്ടന്റ് മാത്രം തരുകയാണ്. सिर्फ मुख्य बात बता रहा हूँ। 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ 17वें वचन में पहले के हिस्सों को जब पढ़े അവിടുത്തെ രാജാവായിരുന്ന ശൗലാണ്. तो वहाँ का राजा शाऊल था। ദൈവത്തിന്റെ നിയമം ലംഘിച്ചതുകൊണ്ട് परमेश्वर के नियम को तोड़ने के कारण ദൈവിക ശുശ്രൂഷകന്മാർ ചെയ്യേണ്ടത് ശുശ്രൂഷ കയറി ശൗൽ ചെയ്തതുകൊണ്ട് जो सेवा याजकों को करनी थी उसको शाऊल ने അവനെ किया। രാജസ്ഥാനത്തും ദൈവം വലിച്ചു കളഞ്ഞു. इसलिए उसको ദൈവം हटा അവനിൽ നിന്ന് दिया। പോയി. परमेश्वर का आत्मा उसमें से हट गया, ദുരാത്മാവ് അവനിലേക്ക് വന്നു. दुष्ट आत्मा उसमें आ ഈ गया। ദുരാത്മാവ് പോകണമെങ്കിൽ अब दुष्ट आत्मा को अगर जाना है, അഭിഷേകമുള്ളവൻ വരണം. तो अभिषिक्त का होना അഭിഷിക്തനെ जरूरी കണ്ട है। ദുരാത്മാക്കൾ പോകും. अभिषिक्त के सामने दुष्ट आत्मा हट जाती है। അങ്ങനെ ശൗൽ പറഞ്ഞു, तो शाऊल ने कहा ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കണം. कि किसी एक आदमी को ढूंढो। എന്റെ മേൽ ദുരാത്മാവ് വരുമ്പോൾ जब दुष्ट आत्मा मुझ में ഈ आती है കിന്നരവായനയിൽ നിപുണനായ ഒരുത്തനെ കണ്ടെത്തണം. तो वीणा बजाने वाले को ढूंढो। കൂടെ നിന്ന ഭൃത്യൻ പറഞ്ഞു, साथ के दास ने बोला ഐ നോ എ മാൻ, എനിക്കൊരു മനുഷ്യനെ അറിയാം, कि मैं एक व्यक्ति को जानता हूँ അവനെ ഞാൻ വിളിച്ചു കൊണ്ടുവരാം. और मैं उसको बुलाकर लाता അവനെ हूँ। പറ്റിയുള്ള വിശദീകരണമാണ് उसके बारे में लिखा അവിടെ है, രേഖപ്പെടുത്തിയിരിക്കുന്നത്. वहाँ पर लिखा है। മലയാളത്തിൽ ഒരു ദേവദാസൻ വായിച്ചു കേൾപ്പിക്കും. मलयालम में एक परमेश्वर के दास 1 पढ़ेंगे। ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്നാണ്, पहले शमूएल की किताब 16-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്, 16वां अध्याय 17-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. उसका 17वां वचन। ദേവദാസന്മാരുടെ വചനം എടുത്തു എന്ന് ഞാൻ കരുതുന്നു. परमेश्वर के दासों ने वो वचन निकाल लिया 1 होगा। ശമൂവേലിന്റെ പുസ്തകം 1 शमूएल 16-ാമത്തെ അധ്യായം 7 മുതൽ 17 से आगे के वचन। ആ ആ അതാ ബാല്യക്കാരിൽ ഒരുത്തൻ, ആ ഭാഗം ഒന്ന് വിശദീകരിച്ച്. शाऊल ने अपने कर्मचारियों से कहा, अच्छा एक उत्तम वीणा वादक देखो और उसे मेरे पास लाओ। तब एक जवान ने उत्तर दिया। ഞാൻ ദാവീദിന്റെ അല്ലെങ്കിൽ ശൗലിന്റെ ഒരു മോനെ, സോറി, ഞാൻ ഇശായിയുടെ ഒരു മകനെ കണ്ടിട്ടുണ്ട്. तब एक जवान कहता है, मैंने ईशे के पुत्र को देखा है। നേരത്തെ അവൻ എത്ര ക്വാളിറ്റിയാണ് ഉണ്ടായിരുന്നത്? पहले उसकी कितनी खासियतें थी? പാസ്റ്റേഴ്സ് എത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നു? कितनी खासियत थी पहले उसमें? only 3, सिर्फ 3। ഒരു 3 ക്വാളിറ്റി. तीन നാട്ടുകാരെയും 3 ക്വാളിറ്റിയേ ഉള്ളൂ. गाँव वाले जानते थे कि उसकी 3 खासियतें ഇപ്പൊ हैं। ബാല്യക്കാരൻ പറയുന്നത് കണ്ടോ? पर अब देखिए ये जवान क्या कहता है। വായിച്ചാട്ടെ. നേരത്തെ കിന്നര വായനയിൽ നിപുണനല്ലായിരുന്നു. पहले वीणा बजाना नहीं जानता था, അവന് കിന്നരം വായിക്കാൻ അറിയാം. उसको वीणा बजाना आता ഏതെങ്കിലും है। വിഷയത്തിൽ നൈപുണ്യം വരണമെങ്കിൽ, पर अगर किसी चीज में हुनरमंद होना है, ജന്മസിദ്ധമായ കഴിവുകൾ ചില മനുഷ്യർക്കുണ്ട്. कुछ लोगों में जन्म से कुछ ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റുകയില്ല. पर उन खासियतों से परमेश्वर के लिए ആത്മാവിന്റെ इस्तेमाल പ്രാപ്തി नहीं हो വേണം. सकते। आत्मा की सामर्थ्य जरूरी है। ആത്മാവിന്റെ പ്രാപ്തി आत्मा की योग्यता ചേരുമ്പോഴാണ് जब मिलती है ലോകം നിങ്ങളെ അറിയുന്നത്. तब दुनिया आपको അതുവരെ जानती അറിയില്ല. है, तब तक कोई नहीं കണ്ടോ? जानता। അപ്പോൾ അവനെ കുറിച്ച് പറയുന്നവൻ കിന്നര വായനയിൽ നിപുണനാണ്. अब आप देखिए वो कहता है वो वीणा बजाने में उत्तम നേരത്തെ है। 3 ഗുണമേ ദാവീദിനുണ്ടായിരുന്നുള്ളൂ. पहले दाऊद की सिर्फ 3 മറ്റൊരു കാര്യം ദാവീദിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. एक और बात और कुछ वहां नहीं लिखा। വേറൊരു കാര്യം ആർക്കും അവനെ കുറിച്ച് അറിഞ്ഞുകൂടാ. उसके बारे में और कोई कुछ नहीं जानता। അഭിഷേകം തലമേൽ വീണപ്പോൾ लेकिन जब अभिषेक ദാവീദിന് ഒരു കാര്യം മനസ്സിലായി. दाऊद समझ ഞാനിങ്ങനെ गया ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കാൻ വിളിച്ചതല്ല. कि ऐसे ही मुझे बजाने के लिए प्रभु ने नहीं ഞാൻ बुलाया। ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങാൻ എന്നെ ദൈവം വിളിച്ചതല്ല. एक जगह दबने के लिए प्रभु ने नहीं ഞാൻ बुलाया। രാജ്യങ്ങളിലേക്ക് പോകേണ്ടവനാണ്. मुझे ഞാൻ देशों में കൊട്ടാരത്തിൽ जाना, കയറേണ്ടവനാണ്. मुझे महल में അവിടെ जाना, ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് പ്രാപ്തി വേണം. वहां जब जाऊंगा मुझे योग्य होना അതിന് है। അവൻ ട്രെയിൻഡ് ആയിക്കൊണ്ടിരുന്നു. उसके लिए वो तैयार होता रहा। ബോങ്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, बॉनके ने इस तरह से कहा ഞാൻ ഒരു മെസ്സേജ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് कि एक संदेश को बोलने से മരങ്ങളെ पहले നോക്കി ഞാൻ പ്രസംഗിക്കും. मैं पेड़ों को देख के प्रचार ഞാൻ करता 10 हूं। പ്രാവശ്യം പ്രസംഗിക്കും. मैं 10 बार ഞാൻ 20 പ്രാവശ്യം പ്രസംഗിക്കും. 20 बार ഞാൻ प्रचार 50 പ്രാവശ്യം പ്രസംഗിക്കും. 50 बार प्रचार करता हूं। എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ദൈവത്തിന്റെ ജനമാണ്. मेरे सामने परमेश्वर ഞാൻ के लोग बैठे हैं। എന്തെങ്കിലും വിളിച്ചിട്ടില്ല. कि मैं कुछ भी नहीं ഞാൻ बोल सकता। പറയേണ്ടതേ പറയാൻ പാടുള്ളൂ. जो बोलना है ഞാൻ वही मेरे मुंह से ഞാൻ निकले। ഏബിളല്ല. अगर मैं योग्य नहीं तो मुझे खड़ा नहीं होना അതുകൊണ്ട് चाहिए। അവൻ പ്രാപ്തനായി. इसलिए वो योग्य बना। ഒന്നാമത് അവൻ കിന്നര വായനയിൽ നിപുണനായിരുന്നു. पहला वो वीणा बजाने में उत्तम था। രണ്ടാമത് വായിച്ചേ, അവൻ പരാക്രമശാലിയാണ്. और दूसरा वो पराक्रमी था, योद्धा था। ആരോ പറഞ്ഞു, किसी ने कहा ദൈവം ഇവൻ കല്ലെടുത്ത് എറിഞ്ഞപ്പോ कि इसने जब एक पत्थर फेंका പരിശുദ്ധാത്മാവ് ബാക്കിൽ നിന്ന് അടിച്ചുകൊണ്ടാണ് तो पवित्र आत्मा ने पीछे से मारा, മുമ്പിലോട്ട് കവന്നു വീണെന്ന് इसलिए वो गोलियत आगे गिर गया। ബൈബിൾ എഴുതിയിട്ടില്ല. അത് बाइबल में ऐसा नहीं അതിനെയാണ് लिखा। ചിന്ത എന്ന് പറയുന്നത്. उसी को वो सोच कहते हैं। പരിശുദ്ധാത്മാവിനെ അടിച്ചു पवित्र आत्मा ने എന്ന് मारा, എന്റെ ബൈബിളിൽ എഴുതിയിട്ടില്ല. ऐसा बाइबल में नहीं ബൈബിളിൽ लिखा। എഴുതിയിട്ടുള്ളത് बाइबल में ये लिखा അവൻ है പരാക്രമശാലിയാണ്. कि वो वीर അവൻ योद्धा था। അയോധനകൾ അഭ്യസിച്ചു. उसने युद्ध लड़ना सीखा। അവൻ അറിയാം ഒരു മനുഷ്യന്റെ മർമ്മം.
उसको पता है कि ഈ एक आदमी के कहाँ चोट मारनी ഈ है। കല്ല് കൊള്ളേണ്ടടുത്ത് കൊണ്ടില്ലെങ്കിൽ ये पत्थर अगर सही जगह नहीं लगा ഗോലിയാത്ത് ട്രെയിൻ ചെയ്ത് കാണും. शायद पेड़ों के बीच में അവൻ सीखा होगा പക്ഷികളെ നോക്കി ട്രെയിൻ ചെയ്ത് കാണും. या पक्षियों को देख के सीखा കാരണം അവൻ होगा, രാജാവായിട്ട് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. क्योंकि वो राजा बनने की तैयारी कर रहा അവൻ है, അതുകൊണ്ട് ട്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. वो सीख रहा അവൻ है, പരാക്രമശാലിയായിരുന്നു. वो वीर योद्धा। സെക്കൻഡ് 3:13 तीसरी बात, മൂന്നാമത്തെ കാര്യം, तीसरी बात, അവൻ ആരായിരുന്നു? യോദ്ധാവാണ്. वो योद्धा है, വാള് പിടിക്കാൻ അറിയാം, उसको तलवार पकड़ना आता है, യുദ്ധം ചെയ്യാൻ അറിയാം. युद्ध लड़ना आता है, കാരണം അവൻ രാജാവായിട്ട് പോവുകയാണ്, क्योंकि वो राजा बनने जा रहा है। യോദ്ധാവാണ്. നാലാമത്തെ കാര്യം, നന്നായി चौथा, സംസാരിക്കാൻ അറിയാം. बात करने में बुद्धिमान है। കാട്ടിക്കിടക്കുന്ന ചുമ്മാ കറി വന്ന് നിന്നാൽ, अब जंगल में रहने वाला सीधा अगर आ जाए, ആടിന്റെ മണമുള്ള ചുമ്മാ നിന്നാൽ, भेड़ों का चरवाहा सीधा आ जाए, വിദ്യാഭ്യാസമില്ലാത്തവൻ ചുമ്മാ നിന്നാൽ, जो पढ़ा लिखा नहीं है वो सीधा आ जाए, അവൻ എന്തുകൊണ്ട് പഠിച്ചിട്ടില്ല, ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. तो आप पूछेंगे कि ये सब करने की क्या जरूरत है, ये बाइबल में लिखा ഉണ്ട്, है। അതുകൊണ്ടാണ് മിലിറ്ററിയിൽ പോലും എടുക്കാത്തത്. हाँ लिखा है, क्योंकि इसीलिए मिलिट्री में जब जाते हैं तो किसी को नहीं ले लेते। എല്ലാം അവൻ പ്രാപ്തനായി. वो हर काम में योग्य बना, 3 ഗുണമുള്ളവൻ, जिसमें 3 3 ഗുണമുള്ളവൻ. खासियतें थी, അവൻ ഇപ്പൊ 7 ഗുണമുള്ളവനായി തീർന്നു. अब उसमें 7 खासियतें हैं, ദൈവം അവനെ ഉപയോഗിക്കാൻ തുടങ്ങി. और परमेश्वर उसको इस्तेमाल കർത്തൃദാസന്മാരെ, ഞാൻ എന്റെ വാക്കുകളെ കുത്തിടുവാൻ ആഗ്രഹിക്കുന്നു. करता है। ദൈവം നൽകുന്ന പ്രാപ്തി, परमेश्वर एक योग्यता देता है, നിങ്ങൾ പ്രാപ്തരാകുന്ന പ്രാപ്തി, उसमें आपकी योग्यता ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ जब जुड़ती है, പരിശുദ്ധാത്മാവിന്റെ ശക്തി ദേശങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങും. तब पवित्र आत्मा की सामर्थ्य आपके गांव രാജ്യങ്ങളെ में, നയിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അയക്കും. प्रभु अलग अलग देशों में आपको भेजेगा, അതിനെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. और ഞങ്ങൾ അത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. और हमारा ये पूरा विश्वास ഞങ്ങൾ है, ആ നിലയിൽ ശുശ്രൂഷയിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം और हम ये सेवकाई करते हैं इसलिए हम योग्यता से ദൈവം नहीं നൽകിയ खड़े हैं, പ്രാപ്തിയിലാണ്. परमेश्वर की योग्यता से എന്റെ खड़े हैं। വാക്കുകളെ ഞാൻ വിരാമമിടുന്നു. मैं अपने शब्दों को ഈ समाप्त ശുശ്രൂഷയാണ് करना चाहता ഓർഡിനേഷൻ ശുശ്രൂഷ. हूं। ये ऑर्डिनेशन की सेवकाई, ഇതാണ് ഓർഡിനേഷൻ ശുശ്രൂഷ. ये ഈ ऑर्डिनेशन ഓർഡിനേറ്റഡ് की सेवकाई ശുശ്രൂഷകരാണ് നിങ്ങളാകാൻ പോകുന്നത്. है। और आप इस ऑर्डिनेशन के सेवक बनने वाले हैं। നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഗുണമുള്ളവരാകും. अपने परिवार के लिए आप നിങ്ങളുടെ उपयोगी बनेंगे, പഞ്ചായത്തിന് ഗുണമുള്ളവരാകും. अपने पंचायत के लिए നിങ്ങളുടെ उपयोगी, സ്റ്റേറ്റിന് നിങ്ങൾ ഗുണമുള്ളവരാകും. अपने राज्य के लिए ദൈവം उपयोगी बने, ഏതെങ്കിലും രാജ്യങ്ങളെ അയച്ചാൽ അവിടെ ഗുണമുള്ളവരാകും. और अगर परमेश्वर किसी देश में भेजे वहां आप उपयोगी बनेंगे। നിങ്ങളെ അങ്ങനെ ചെയ്യട്ടെ എന്ന് और क्या हम ऐसा करें? ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ हम एक साथ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവകൃപയുടെ ശുശ്രൂഷയുടെ അളവിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുക. परमेश्वर ने हमें जो सेवकाई का अधिकार और अभिषेक दिया उसकी गहराई से हम आपको आशीष देते हैं। ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. परमेश्वर आपको इस्तेमाल God करे। bless you all. परमेश्वर आपको आशीष Amen. दे। आमीन।